കേൾപ്പിക്കണം. വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഒറ്റ വാക്കിൽ അല്ലാഹ് ഒക്കെ ഉൾക്കൊള്ളിച്ചില്ലേ. അള്ളാഹിന്റെ വിധിയുണ്ട്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. മാതാപിതാക്കൾ ഇഹ്സാൻ ചെയ്യണം. എന്താ ഇഹ്സാൻ? എന്താ ഇഹ്സാൻ? പടച്ചോനെ പേടിച്ചിട്ട് ചെയ്തു കൊടുക്കണം നന്മക്കാണ്. നാട്ടുകാരെ പേടിച്ചിട്ടല്ല. നാട്ടുകാർ പറഞ്ഞാൽ എൻ്റെ വാപ്പനും ഇമ്മനെയും ഞാൻ നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും അവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റി അവരോട് ഞാൻ നല്ല നിലക്ക് വർത്തിക്കൽ എൻ്റെ കടമയാണ് എന്ന് ഓതിക്കൊടുക്കണം. എന്നിട്ട് എന്തേ അടുത്ത് പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വയസ്സായത് പ്രത്യേകം അല്ലാഹ് എടുത്തു പറഞ്ഞ എന്തിനാ? വയസ്സായ അവർ നിന്റെ അടുക്കൽ താമസിക്കും, നിനക്ക് സഹിക്കാത്തത് അവർ പറയും, നിനക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത് അവർ ചെയ്യും. പക്ഷേ വയസ്സും പ്രായവുമായി ബുദ്ധിയും ശരീരവും മരവിക്കുമ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ കണ്ട് ദേഷ്യപ്പെടാൻ പോകരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്. പിന്നെ ഓലെ ഭീഷണിപ്പെടുത്തരുത്, ഓലോട് കയർത്ത് സംസാരിക്കരുത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞില്ല ഫഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നല്ല വാക്കേ പറയാവൂ, മാന്യമായ വാക്ക്. നീ എത്ര വലിയ കലക്ടറായാലും ഡോക്ടറായാലും വാപ്പനോടും ഉമ്മനോടും ആദരവിന്റെ വാക്കിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റൂല. അതാ വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എങ്ങനെ അതിലേറെ പറയാ സുഹൃത്തുക്കളെ? ഒരു പിഞ്ചു പൈതലിനെ നമ്മൾ വാരിയെടുത്ത് മാറത്ത് വെച്ച് തലോടി കിടക്കണില്ലേ? അതേപോലെ വാപ്പനോടും ഉമ്മനും കാരുണ്യത്തിന്റെ ചിറകുകളെ നീ അവർക്ക് മേൽ താഴ്ത്തി കൊടുക്കുക. എന്താ ഖുർആന്റെ ഒക്കെ പ്രയോഗം? എങ്ങനെ വാപ്പാനെ നോക്കണം, എമ്മനെ എങ്ങനെ നോക്കാന്നൊക്കെ വാക്കിൽ അള്ളാഹു ഉൾപ്പെടുത്തി. ഇത് പ്രാർത്ഥിക്കും ചെയ്യും. കാരുണ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചെറുപ്പത്തിൽ അന്നെ വളർത്തിയതും അന്നെ നോക്കിയതൊക്കെ ഒന്ന് ആലോചിച്ചു ചിന്തിച്ചിട്ട് വാപ്പനിമ്മനെയും അന്നെ കുട്ടിക്കാലത്ത് നോക്കിയ പോലെ നോക്കിക്കൊണ്ടിടക്കുക. ഞാൻ എന്തിനാ ഈ ആയത്തൊക്കെ ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഒന്നിച്ചിരുന്ന് കേൾക്കണം. അതൊരു വിഷയമാണ്. വാപ്പനിമ്മനി നോക്കലൊരു വിഷയമാണ്, മനസ്സിലായില്ലേ? മക്കളെ നോക്കലൊരു വിഷയമാണ്. അതൊക്കെ ഓരോ വിഷയങ്ങളായി ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അവർക്കതിൻ്റെ ശരിയായ രൂപങ്ങളും രീതികളും മനസ്സിലാവുള്ളൂ. ഒന്നും വിട്ടുപോയില്ല. മാ ഫറത്ന മിനൽ കിതാബ്, ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. തിബിയാനൻ ലികുല്ലി ഷൈഅ്, എന്തൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോ അതൊക്കെ